Section 18.4 The Radon-Nikodym Theorem. ഒരു സിഗ്മ ഫൈനൈറ്റ് മെഷർ മ്യൂവിനെ നമുക്ക് ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഇൻറ്റു ഡി മ്യൂ എന്നുള്ള ഫോമില് എഴുതാം എന്ന് പറയുന്ന തിയറമാണ് റാഡോൺ-നിക്കോഡിയം തിയറം. ഈ സെക്ഷനിൽ നമ്മൾ ഈ തിയറത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്നിട്ട് റാഡോൺ-നിക്കോഡിയം തിയറം പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഒരു സിഗ്മ ഫൈനൈറ്റ് മെഷർ മ്യൂ ഉണ്ടെങ്കിൽ അതിനെ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് ഷോ ചെയ്യുന്നത്. Let x and mu be a measure space and mu a measure on xm, then define mu e is equal to integral over e f d mu for every e belongs to m, where f greater than or equal to 0 and f a measurable function. അപ്പോൾ എക്സ് എം മ്യൂ ഒരു മെഷർ സ്പേസ് തന്നിട്ടുണ്ട്. മ്യൂ ഒരു മെഷർ ആണ്. ഇനി നമ്മൾ ഇങ്ങനെ യു ഇ എന്നുള്ള സെറ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ എന്ന് ഫോർ മെഷറബിൾ സെറ്റ്സ്. ഇതില് എഫ് എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സെറ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇനി ഈ സെറ്റ് ഫംഗ്ഷന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതാണ് നമ്മൾ താഴെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് ഷോ ചെയ്യേണ്ടത് യു ഒരു മെഷർ ആണെന്നാണ്. ഒരു മെഷർ ആകാനുള്ള കണ്ടീഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബൈ എ മെഷർ മ്യൂ ഓൺ എ മെഷറബിൾ സ്പേസ് എക്സ് എം വി മീൻ an extended real valued non-negative set function mu from m to post interval 0 infinity for which mu of null set equal to 0 and which is countably additive in the sense that for any countable union, countable disjoint collection sequence ek k equal to 1 to infinity of measurable sets, mu of union ek is equal to summation mu of ek. അപ്പൊ ഇത് നമ്മൾ നേരത്തെ മെഷറിന്റെ ഡെഫിനിഷനിൽ പഠിച്ചതാണ്. ഒരു സെറ്റ് ഫംഗ്ഷൻ മ്യൂ മെഷർ ആകണമെങ്കിൽ അതൊരു എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് നോൺ നെഗറ്റീവ് സെറ്റ് ഫംഗ്ഷൻ ആകണം. സച്ച് ദാറ്റ് രണ്ട് പ്രോപ്പർട്ടീസ് അതിന് വേണം. ഒന്ന്, നൾ സെറ്റിന്റെ മെഷർ 0 ആയിരിക്കണം ആൻഡ് കൗണ്ടബിൾ അഡിറ്റീവ് ആയിരിക്കണം. അതായത് മ്യൂ ഓഫ് യൂണിയൻ k equal to 1 to infinity ek is equal to summation k equal to 1 to infinity mu of ek എന്ന് എഴുതാൻ പറ്റണം. അപ്പൊ രണ്ട് കണ്ടീഷൻസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത്. നോൺ നെഗറ്റീവ് സെറ്റ് ഫംഗ്ഷൻ ആയിരിക്കണം. പിന്നെ അത് കൂടാതെ രണ്ട് കണ്ടീഷൻസ്, നൾ സെറ്റിന്റെ മെഷർ 0 ആയിരിക്കണം ആൻഡ് കൗണ്ടബിളി അഡിറ്റിവിറ്റി. ഇവിടെ നമ്മൾ ന്യൂ ഇ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Therefore, this integral will be greater than or equal to 0. അപ്പൊ therefore ന്യൂ ഇ greater than or equal to 0 സാറ്റിസ്ഫൈഡ് ആണ്. ന്യൂ ഇ greater than or equal to 0 since f greater than or equal to 0. ഇനി ന്യൂ ഓഫ് ഫൈ 0 ആണെന്ന് പറയാം. നമുക്ക് ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ ആണ് ന്യൂ ഇ എന്ന് പറയുന്നത്. ന്യൂ ഫൈ വിൽ ബി ഇന്റഗ്രൽ ഓവർ ഫൈ എഫ് ഡി മ്യൂ where phi is the null set. അപ്പൊ ഇന്റഗ്രൽ ഓവർ എ സെറ്റ് ഓഫ് മെഷർ 0 എഫ് ഡി മ്യൂ is equal to 0 ആണെന്ന് നമുക്കറിയാം. Therefore, mu phi equal to 0. അടുത്തത് കൗണ്ടബിൾ അഡിറ്റിവിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. mu of union k equal to 1 to infinity ek equal to integral over union k equal to 1 to infinity ek f d mu ആയിരിക്കും. mu of e എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ e f d mu ആണ്. Therefore, യുടെ സ്ഥാനത്ത് union k equal to 1 to infinity ek. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ ഓവർ യൂണിയൻ k equal to 1 to infinity ek f d mu ആണ്. That is equal to, നമുക്കറിയാം അഡിറ്റിവിറ്റി ഓവർ കൗണ്ടബിൾ ഡൊമൈൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രേഷന്റെ കേസിൽ. Therefore, അത് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ സമ്മേഷൻ k equal to 1 to infinity ഇന്റഗ്രൽ ഓവർ ek f d mu എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. നമുക്ക് ഇന്റഗ്രൽ ഓവർ ek f d mu നെ ന്യൂ ek എന്ന് എഴുതാം. അപ്പൊ നമുക്ക് സമ്മേഷൻ k equal to 1 to infinity ന്യൂ ek എന്ന് കിട്ടും. That is mu of union k equal to 1 to infinity ek is equal to
summation k equal to 1 to infinity mu e k. Therefore, countable additivity നമുക്ക് കിട്ടി. Therefore, mu is a measure എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. mu is a measure. Next നമ്മൾ പോയിരുന്നത് mu of e equal to 0 ആണെങ്കിൽ mu of e equal to 0 ആയിരിക്കും എന്നാണ്. അതിനായിട്ട് mu of e equal to 0 ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെ വരുമ്പോൾ integral over a set of measure 0, integral f d mu will be equal to 0. Therefore, integral over e f d mu is equal to 0. അപ്പോൾ നമുക്ക് mu of e equal to 0 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇത് mu of e യുടെ ഡെഫിനിഷൻ ആണ്. Therefore, mu of e equal to 0 എന്നാണ് നമുക്ക് കിട്ടിയത്. Therefore, mu of e equal to 0 implies mu of e equal to 0. ഇനി mu എന്ന ഫംഗ്ഷൻ mu of e equal to 0 ആകുമ്പോഴൊക്കെ mu of e equal to 0 എന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുവാണ് ഫോർ എവറി e belongs to m എങ്കിൽ നമ്മൾ പറയും mu is absolutely continuous with respect to mu എന്ന്. ആ ഡെഫിനിഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. mu ഒരു സിഗ്മ ഫൈനൈറ്റ് മെഷർ ആണെന്ന് വിചാരിച്ചു. Then every sigma finite measure mu on xm has the property that if e belongs to m and mu of e equal to 0 implies mu of e equal to 0. എന്ന് വെച്ചാൽ mu is absolutely continuous with respect to mu എന്നർത്ഥം. അതായത് mu ഒരു സിഗ്മ ഫൈനൈറ്റ് മെഷർ ആണെങ്കിൽ ഏതൊരു സിഗ്മ ഫൈനൈറ്റ് മെഷർ mu on xm എടുത്താലും അതിന് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഈ പ്രോപ്പർട്ടിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ താഴെ കാണുന്നുണ്ട്. അതായത് mu of e equal to 0 implies mu of e equal to 0 എന്ന് എഴുതാൻ പറ്റുമെന്നാണ്. ഇനി ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു മെഷർ ന്യൂവിനെ നമുക്ക് mu of e equal to integral over e f d mu എന്ന് ഡിഫൈൻ ചെയ്യാം ഫോർ സം നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ f ന്. ഇത് കാർഡോൺ-നിക്കോഡിൻ തിയറത്തിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ്. നമ്മളിത് പഠിക്കാൻ പോവുകയാണ്. അതായത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ mu ഒരു സിഗ്മ ഫൈനൈറ്റ് മെഷർ ആണ്. ന്യൂവും സിഗ്മ ഫൈനൈറ്റ് മെഷർ ആണെങ്കിൽ നമുക്ക് mu of e യെ ഇന്റഗ്രൽ ഓവർ e f d mu എന്ന് റെപ്രസെന്റ് ചെയ്യാം ഫോർ സം നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ. അപ്പൊ ഇതാണ് കാർഡോൺ-നിക്കോഡിൻ തിയറത്തിൽ നിന്ന് നമുക്ക് കിട്ടുക. അപ്പൊ അത് ഇവിടെ നോട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇനി അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് മെഷേഴ്സ് അതിന്റെ ഡെഫിനിഷനിലേക്ക് വരുവാണ്. എ മെഷർ mu is said to be absolutely continuous with respect to a measure mu if for e belongs to m mu of e equal to 0 implies mu of e equal to 0. അതായത് ഒരു മെഷറബിൾ സെറ്റ് ഇക്ക് mu of e equal to 0 ആണെങ്കിൽ mu of e യും equal to 0 ആകുവാണെങ്കിൽ നമ്മൾ മെഷർ നെ is absolutely continuous with respect to മെഷർ mu എന്ന് പറയും. നമ്മൾ അതിനെ നൊട്ടേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? mu is absolutely continuous with respect to mu. രണ്ട് ലെസ് ദാൻ സിംബൽ അടുപ്പിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുക. mu is absolutely continuous with respect to mu എന്നാണ് ഇതിനെ വായിക്കുക. അപ്പൊ ഓർക്കുക, ഓർഡർ മാറിയാൽ മീനിങ് വേറെയാണ്. അതുകൊണ്ട് ഓർഡർ മാറാതെ ശ്രദ്ധിക്കണം. mu is absolutely continuous with respect to mu. അടുത്തത് ഒരു പ്രൊപ്പോസിഷൻ ആണ്. പ്രൊപ്പോസിഷൻ 19. Let x and mu be a measure space and mu a finite measure on the measurable space xm, then mu is absolutely continuous with respect to mu if and only if for each epsilon greater than 0 there is a delta greater than 0 such that for any set e belongs to m, if mu of e less than delta, then mu of e is less than epsilon. നമുക്ക് xmu ഒരു മെഷർ സ്പേസ് തന്നിട്ടുണ്ട്. mu ഒരു ഫൈനൈറ്റ് മെഷർ ആണ്. അതായത് u of x ഫൈനൈറ്റ് ആണെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ mu is absolutely continuous with respect to mu if and only if for every epsilon greater than 0 there exists a delta greater than 0 such that for any set e belongs to m, mu of e less than delta implies mu of e less than epsilon. So absolutely continuous ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഈ പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്യണം.
ഈ പ്രോപ്പർട്ടി ഉണ്ടെന്ന് അസ്യൂം ചെയ്തിട്ട് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്നും പ്രൂവ് ചെയ്യണം. ഇതാണ് റിസൾട്ട്. പ്രൂഫ് നോക്കാം. എക്സും മ്യൂ ഒരു മെഷർ സ്പേസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. മ്യൂ ഒരു ഫൈനൈറ്റ് മെഷർ ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് മ്യൂ ഓഫ് എക്സ് ഫൈനൈറ്റ് ആണ്. നമുക്ക് ഷോ ചെയ്യേണ്ടത് മ്യൂ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ ആണെങ്കിൽ for every epsilon greater than 0 there exists a delta greater than 0 such that for any e belongs to m mu of e less than delta implies mu of e less than epsilon എന്ന് പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുവാണ്, അതായത് ഈ സെക്കൻഡ് കേസ്, അതായത് for every epsilon greater than 0 there exists delta greater than 0 such that for any e belongs to m mu of e less than delta implies mu of e less than epsilon എന്ന് സപ്പോസ് ചെയ്തു. ഇനി mu is absolutely continuous with respect to mu എന്ന് പ്രൂവ് ചെയ്യണം. ഏതൊരു പോസിറ്റീവ് എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. such that mu of e less than delta implies mu of e less than epsilon എന്ന് വെച്ചാൽ mu of e equal to 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ mu of e is less than any പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. കാരണം 0 is less than any small positive quantity. അപ്പൊ therefore ഏതൊരു ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്താലും mu of e less than epsilon ആണെന്നാണ് എന്റെ അർത്ഥം. അപ്പോ therefore നമുക്ക് ഷോ ചെയ്യേണ്ടത് mu is absolutely continuous with respect to mu എന്നാണ്. അപ്പൊ നമുക്ക് mu of e equal to 0 implies mu of e equal to 0 എന്നാണ് ഷോ ചെയ്യേണ്ടത്. നമുക്ക് ഇത് തന്നിട്ടുണ്ട്. ഏതൊരു പോസിറ്റീവ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും mu of e less than delta implies mu of e less than epsilon ആകാൻ പാകത്തിന് ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ എത്ര ചെറിയ എപ്സിലോൺ എടുത്താലും നമുക്ക് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഒരു ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് mu of e is less than any small positive quantity ആകാം എന്നാണ്. എന്ന് വെച്ചാൽ mu of e equal to 0. ഏതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയെ ചെറിയ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് 0. ഇത് ന്യൂ മെഷർ ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകാവുള്ളൂ. therefore mu is absolutely continuous with respect to mu എന്ന് കിട്ടും. ഇനി നമുക്ക് ഷോ ചെയ്യേണ്ടത് കോൺവേഴ്സ് ആണ്. അപ്പൊ mu is absolutely continuous with respect to mu എന്ന് അസ്യൂം ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു മെഷറബിൾ സെറ്റ് ഇ ഉണ്ടെങ്കിൽ mu of e equal to 0 implies mu of e equal to 0. ഇനി നമുക്ക് for every epsilon greater than 0 there exists a delta greater than 0 such that mu of e less than delta implies mu of e less than delta എന്നാണ് ഷോ ചെയ്യേണ്ടത്. ഇതാണ് for any e belongs to m mu of e less than delta implies mu of e less than epsilon എന്ന് ഷോ ചെയ്യണം. ഇത് ട്രൂ അല്ല എന്ന് വിചാരിക്കാം. mu absolutely continuous with respect to mu ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ട്രൂ അല്ല എന്ന് വിചാരിക്കാം. നമ്മൾ ഒരു കോൺട്രഡിക്ഷൻ ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 എക്സിസ്റ്റ് ചെയ്യും such that mu of en, അതായത് ഒരു സീക്വൻസ് en എക്സിസ്റ്റ് ചെയ്യും such that mu of en less than delta implies mu of en is not less than epsilon. അതായത് mu of en is less than ഡെൽറ്റയെ നമ്മൾ എന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഡെൽറ്റ എടുത്തേക്കുവാണ്. ഒരു ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ആണല്ലോ. അപ്പൊ നമ്മൾ ഇഎന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എൻ പോലെ. അപ്പൊ ഡെൽറ്റ എൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് 1/2n ആണ്. അപ്പൊ mu of en ലെസ് ദാൻ 1/2n ആണ്. അതായത് ലെസ് ദാൻ ഡെൽറ്റ പോലെ. പക്ഷെ mu of en ലെസ് ദാൻ എപ്സിലോൺ നോട്ട് അല്ല, mu of en ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആണ്. അതായത് നമ്മുടെ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ. വേറെ en ബിലോങ്സ് ടു m. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു അസംഷൻ നടത്തി അങ്ങനെ ഒരു എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. ഇനി നമ്മളൊരു സെറ്റ് an ഡിഫൈൻ ചെയ്യുവാണ്. an ഈക്വൽ ടു യൂണിയൻ k ഈക്വൽ ടു n ടു ഇൻഫിനിറ്റി ek. കളെല്ലാം മെഷറബിൾ സെറ്റുകളാണ്, ബിലോങ്സ് ടു m ആണ്. m ഒരു സിഗ്മ ആൾജിബ്ര ആണ്. therefore this union is
also belonging to M. That is AN belongs to M. കൂടാതെ A1 equal to union K equal to 1 to infinity EK ആണ്. A1 equal to union K equal to 1 to infinity EK ആണ്. A2 equal to union K equal to 2 to infinity EK ആണ്. അതായത് A1, A2 എക്സ്ട്രാ എന്നിന്റെ വാല്യൂ കൂടുന്തോറും സെറ്റിന്റെ സൈസ് കുറഞ്ഞു വരുവാണ്. കാരണം A1 ൽ നിന്ന് A2ലേക്ക് പോകുമ്പോഴത്തേക്കും E1 എന്നുള്ള സെറ്റ് A2 ഇല്ല. A3 കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും A1 ഉം A2 E1 ഉം E2 അതിനകത്തില്ല. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ A1, A2, A3 എക്സെട്ര എന്നുള്ള സീക്വൻസ് ഒരു ഡിസെൻഡിങ് സീക്വൻസ് ഓഫ് സെറ്റുകളാണെന്ന് നമുക്ക് കാണാം. AN ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യൂണിയൻ K ഈക്വൽ ടു N ടു ഇൻഫിനിറ്റി EK എന്നാണ്. അതായത് ഈ യൂണിയൻ ആണ് AN. അപ്പോൾ EK ഈസ് എ സബ്സെറ്റ് ഓഫ് AN ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് EK ഈസ് എ സബ്സെറ്റ് ഓഫ് AN എന്ന് എഴുതാം. Therefore, mu of EK less than or equal to mu of AN ആയിരിക്കുമല്ലോ മോണോട്ടോണിസിറ്റി ഓഫ് മെഷേഴ്സ് ഉപയോഗിച്ച്. ഇനി നമുക്കറിയാം mu of EN greater than or equal to epsilon naught for every n എന്ന് നമുക്കുണ്ട്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. mu of EK is greater than or equal to epsilon naught for every k. ഇനി EK-കളുടെ യൂണിയൻ ആണ് AN. അപ്പോൾ mu of EK greater than or equal to epsilon naught ആണെങ്കിൽ mu of AN greater than or equal to epsilon naught ആയിരിക്കുമല്ലോ. അത് വീണ്ടും മോണോട്ടോണിസിറ്റി ഓഫ് മെഷേഴ്സ് ഉപയോഗിച്ചാണ്. നമുക്കിവിടെ mu of EK less than or equal to mu of AN എന്നുണ്ട്. mu of EK greater than or equal to epsilon naught ആണ്. Therefore, mu of AN is greater than or equal to mu of greater than or equal to epsilon naught. Also, this is true for every n. Mu of AN consider ചെയ്തു. AN equal to union K equal to N to infinity EK ആണ്. അപ്പോൾ mu of union K equal to N to infinity EK എന്ന് എഴുതി. That is less than or equal to summation K equal to N to infinity mu of EK എന്ന് എഴുതാം. By countable subadditivity of measure. ഇനി നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് mu of EK less than or equal to 1/2 raised to K എന്നുള്ളതാണ്. അപ്പോൾ therefore അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ K ഈക്വൽ ടു N ടു ഇൻഫിനിറ്റി 1/2 raised to K എന്ന് കിട്ടി. ഇനി ഈ സമ്മ് നമ്മൾ കാണുവാണ്. ദിസ് ഇസ് എ ജോമെട്രിക് സീരീസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സം കാണാനായിട്ട് ഇൻഫിനിറ്റ് സം ആയതുകൊണ്ട് A/1 - R. A എന്നുള്ളത് ഫസ്റ്റ് ടേം, R എന്നുള്ളത് കോമൺ റേഷ്യോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടേം ഇതിനകത്ത് n കൊടുക്കുമ്പോഴാണ് 1/2 raised to n ആണ് ഫസ്റ്റ് ടേം. അപ്പോൾ 1/2 raised to n ഡിവൈഡഡ് ബൈ 1 മൈനസ് R കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ ഇവിടെ 1/2 ആണ്. അപ്പോൾ therefore 1 minus 1/2 ഡിനോമിനേറ്റർ. അപ്പോൾ 1 minus 1/2 is 1/2. ന്യൂമറേറ്റർ 1/2 raised to n. അപ്പോൾ 1/2 raised to n ഡിവൈഡഡ് ബൈ 1/2 is equal to 1/2 raised to n minus 1 എന്ന് കിട്ടും. അതായത് mu of AN is less than or equal to 1/2 raised to n minus 1 എന്ന് കിട്ടും. കൂടാതെ നമുക്ക് mu of AN greater than or equal to epsilon naught for every n എന്നും നമുക്ക് മുമ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഇതാണ് 1. ഇനി നമ്മൾ A ഇൻഫിനിറ്റി എന്നുള്ള ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുവാണ്. ഇന്റർസെക്ഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി AN എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് AN എന്താണെന്ന് നമുക്കറിയാം. യൂണിയൻ K ഈക്വൽ ടു N ടു ഇൻഫിനിറ്റി EK ആണ്. എന്നിട്ട് ആ ANകളുടെ ഇന്റർസെക്ഷൻ ആണ് A ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ mu of AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 raised to n minus 1 നമുക്ക് മോളിൽ നിന്ന് കിട്ടിയായിരുന്നു. A ഇൻഫിനിറ്റി എന്നുള്ളത് ഇന്റർസെക്ഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി AN ആണ് നമുക്കറിയാം. അപ്പോൾ ഇന്റർസെക്ഷൻ ഓഫ് ANs എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഈച്ച് AN. അപ്പോൾ therefore A infinity is a subset of AN for every n എന്ന് കിട്ടും. അപ്പോൾ mu of A infinity is less than or equal to mu of AN എന്ന് എഴുതാം. കാരണം A infinity is a subset of AN. Therefore mu of A infinity is less than or equal to mu of AN എന്ന് എഴുതാം മോണോട്ടോണിസിറ്റി ഓഫ് മെഷേഴ്സ് ഉപയോഗിച്ച്. ഇനി mu of AN is less than or equal to 1/2 raised to n minus 1 ആണ്.
അപ്പോൾ mu of A infinity is less than or equal to 1 by 2 raised to n minus 1 എന്ന് നമുക്ക് എഴുതാം. നമുക്ക് ഈ ഇനിക്വാളിറ്റി 1ൽ നിന്ന് നമുക്കറിയാം ദിസ് ഇസ് ട്രൂ ഫോർ എവറി n. അപ്പോൾ ഏതൊരു n എടുത്താലും 1 by 2 raised to n minus 1-നേക്കാളും ചെറുതാണ് mu of A infinity എന്ന് വെച്ചാൽ n tends to infinity ആകുമ്പോഴത്തേക്കും ഈ റൈറ്റ് സൈഡ് 0 ആയി പോകുന്നത് കൊണ്ട് എല്ലാ n-നും ഇത് ട്രൂ ആണെന്ന് വെച്ചാൽ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് അർത്ഥം. അപ്പൊ mu of A infinity ഈക്വൽ ടു 0 എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ് ഈസ് mu of A infinity ഈക്വൽ ടു 0. ഇനി നമ്മൾ സീക്വൻസ് A നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു യൂണിയൻ k ഈക്വൽ ടു n ടു ഇൻഫിനിറ്റി k ആയിരുന്നു. അപ്പൊ അതിനകത്ത് A1 ഉണ്ട്. A1 നമുക്ക് യൂണിയൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി k ആണ്. അപ്പോൾ ഈ A1 എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് x ആണെന്ന് നമുക്കറിയാം. x ഹോൾ സ്പേസ് ആണ്. അപ്പൊ mu of A1 is less than or equal to mu of x എന്ന് എഴുതാം ബൈ മോണോട്ടോണിസിറ്റി ഓഫ് മെഷേഴ്സ്. അപ്പോൾ mu of x ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ mu of x ഫൈനൈറ്റ് ആയതുകൊണ്ട് therefore mu of A1 is less than ഇൻഫിനിറ്റി എന്ന് കിട്ടും. അതായത് mu of A1 ഫൈനൈറ്റ് ആണെന്ന് കിട്ടും. ഇവിടെ നമ്മൾ 1ൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് mu of an greater than or equal to epsilon naught. അതും നമ്മൾ ഉപയോഗിക്കുവാണ്. നമ്മൾ epsilon naught ചൂസ് ചെയ്തത് ആ ഒരു അസംഷനിലായിരുന്നു. അപ്പൊ mu of an greater than or equal to epsilon naught for every n എന്ന് നമുക്കുണ്ട്. അപ്പോൾ mu of A infinity കൺസിഡർ ചെയ്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു mu of A infinity പകരം നമുക്ക് ഇന്റർസെക്ഷൻ കൊടുക്കാം. ഇന്റർസെക്ഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പോ mu of an greater than or equal to epsilon naught ആണ് ഫോർ എവറി n-ന്. therefore അതിന്റെ ഇന്റർസെക്ഷൻ ആണ് mu of ഇന്റർസെക്ഷൻ an എന്ന് പറയുന്നത്. അപ്പോ mu of a ഇന്റർസെക്ഷൻ an-നും greater than or equal to epsilon naught ആയിരിക്കും. കാരണം എല്ലാ n-നും mu of an greater than or equal to epsilon naught ആണ്. അപ്പൊ mu of A infinity is greater than or equal to epsilon naught എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. നമുക്കിവിടെ മുമ്പ് mu of A infinity equal to 0 എന്ന് കിട്ടിയായിരുന്നു ഈ ഇക്വേഷൻ 2-ൽ. അപ്പം mu of A infinity 0 ആണ്. നമുക്ക് ഇവിടെ കിട്ടിയത് mu of A infinity greater than or equal to epsilon naught എന്ന്. അപ്പോ mu of A infinity equal to 0 ആയിട്ടും mu of A infinity not equal to 0 ആണ്. എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് കണ്ടിന്യൂസ് ആണ് mu with respect to mu എന്നുള്ള നമ്മുടെ അസംഷനിൽ കോൺട്രഡിക്ഷൻ ആണ്. therefore നമ്മുടെ അസംഷൻ തെറ്റാണ്. അതായത് epsilon naught greater than 0 എക്സിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത അസംഷൻ ആണ് തെറ്റിയത്. therefore നമ്മുടെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന എപ്സിലോൺ ഡെൽറ്റ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അതായത് mu ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു mu ആണെങ്കിൽ തന്നിരിക്കുന്ന എപ്സിലോൺ ഡെൽറ്റ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഫോർ എനി E belongs to M and for every epsilon greater than 0 there exists a delta greater than 0 such that mu of E less than delta implies mu of E less than epsilon. So hence we proved proposition 17.